ഗാന്ധി പാർക്കിൽ ഹെൽത്തി കേരള ക്യാമ്പയിൻ ആഘോഷപൂർവ്വം നടന്നു. നിങ്ങൾ കഴിക്കണം, ജനതയുടെ പാലും നെയ്യും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം. ആരോഗ്യമുള്ളവർക്കേ നാളെയുള്ളൂ. ആയുഷ് വകുപ്പ് പയ്യന്നൂർ നിയോജക മണ്ഡലത്തിൽ സംഘടിപ്പിച്ച ഹെൽത്തി കേരള ക്യാമ്പയിൻ പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ വിപുലമായ പരിപാടികളോടെ നടന്നു. രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ ആയുഷ് വകുപ്പിലെ വിവിധ ചികിത്സാ വിഭാഗങ്ങളുടെ സൗജന്യ മെഡിക്കൽ ക്യാമ്പുകൾ, ജീവിതശൈലി രോഗ നിർണയ ക്യാമ്പ്, സൗജന്യ രക്തപരിശോധന, നേത്രപരിശോധന, ഹെൽത്തി ഫുഡ് എക്സ്പോ, ബോധവൽക്കരണ ക്ലാസുകൾ, ഔഷധ സസ്യ പ്രദർശനം, സൗജന്യ വൃക്കരോഗ പരിശോധന എന്നിവ നടന്നു. आजा आजा जिंद शामी आने के आजा सरी आने नीले आसमाने के आजा आजा जिंद शामी आने के आजा सरी आने नीले आसमाने के വൈകിട്ട് ശ്രീലക്ഷ്മി സാജൻ അവതരിപ്പിച്ച യോഗ പ്രദർശനത്തിന് ശേഷം ഡോക്ടർ സാജൻ AV സ്വാഗതവും അഡ്വക്കേറ്റ് സരിൻ ശശി അധ്യക്ഷതയും വഹിച്ച നിയോജക മണ്ഡലതല ഉദ്ഘാടനം TI മധുസൂദനൻ MLA നിർവഹിച്ചു. ഇവിടെ കേരള സർക്കാരിൻ്റെ ആയുഷ് വകുപ്പിൻ്റെ ഹെൽത്തി കേരള ക്യാമ്പയിൻ, അതിൻ്റെ ഒരു പ്രധാനപ്പെട്ടിട്ടുള്ള ഭാഗം യോഗ വിപുലപ്പെടുത്തുക, അതിനുള്ള സന്നദ്ധതയുള്ളവരെ കൂടുതൽ കണ്ടെത്തി നല്ല യോഗ പരിശീലനം കിട്ടിയവരാക്കി മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. 10,000-ഓളം യോഗ ക്ലബ്ബുകൾ കേരളത്തിലുടനീളം സംഘടിപ്പിച്ച് ശാസ്ത്രീയമായിട്ടുള്ള പരിശീലനം നൽകി ഇന്നുള്ള രോഗങ്ങളിൽ നിന്ന് മോചനം നേടാനും രോഗപ്രതിരോധത്തിന് പറ്റുന്ന രീതിയിൽ നമ്മുടെ ശരീരത്തെ മാറ്റി എടുക്കുന്നതിനുമാണ് ആയുഷ് മിഷൻ വക ഇത്തരം യോഗ ക്ലബ്ബുകൾ ഒരുക്കണം, സംഘടിപ്പിക്കണം എന്ന് ആരോഗ്യരംഗത്തെ പ്രവർത്തകരെ നിശ്ചയിച്ചു. ജില്ലയിൽ വൈവിധ്യമുള്ള പരിപാടികൾ ഇതിൻ്റെ ഭാഗമായിട്ട് സംഘടിപ്പിച്ച് വരികയാണ്. അതിലൊരു കാര്യമാണ് ഫുഡ് എക്സ്പോകൾ. നമുക്ക് മുൻകാലങ്ങളിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിരുന്ന പല രീതിയിലുള്ള ഭക്ഷണ വിഭവങ്ങളും ഇന്ന് അവിടെ ഒരുക്കിയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും പോകുമ്പോൾ അത് നിർബന്ധമായിട്ടും കഴിച്ച് ഒരൊറ്റൊന്നും ബാക്കിയാക്കാത്ത നിലയിൽ തന്നെ പോകുന്നതിന് യോഗയിൽ ഇവിടെ സന്നിഹിതരായിട്ടുള്ള എല്ലാവരും ഒരു കത്രികയുടെ വലിയ ചിത്രമൊക്കെ വെച്ചുകൊണ്ട് ഒരാളിങ്ങനെ വയറിങ്ങനെ നിൽക്കുന്നു, അതിൻ്റെ ഉള്ളിൽ കത്രിക, സാധാരണ കുഞ്ഞിൻ്റെ ചിത്രമാണ് ഉണ്ടാവുക, ഇത് കത്രികയുടെ ചിത്രമാണ്. ഇങ്ങനെ വെച്ചിട്ടുള്ള ഭീതിതമായിട്ടുള്ള ചില വാർത്തകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നു. ഇത് ലോകത്ത് സർക്കാർ ആശുപത്രിയിൽ, പ്രത്യേകിച്ച് കേരളത്തിലെ സർക്കാർ ആശുപത്രിയിൽ ഉണ്ടായതാണ് എന്നുള്ള നിലയിൽ ഒക്കെ അതിനെ പർവ്വതീകരിച്ച് മുഖപ്രസംഗം വരെ എഴുതിയിട്ടുള്ള കേരളത്തിലെ ചില പ്രധാനപ്പെട്ട മാധ്യമങ്ങളുണ്ട്. മാധ്യമങ്ങളുടെ പേര് ഈ ഒരു ഔദ്യോഗിക പരിപാടിയിൽ വെച്ചിട്ട് ഇപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല, പറയേണ്ട സന്ദർഭത്തിൽ നമുക്ക് പറയാം. എന്താണ് ഉദ്ദേശിക്കുന്നത്? മനുഷ്യനാണ് ചികിത്സിക്കുന്നവരും ചികിത്സ സ്വീകരിക്കുന്നവരും. ഏതെങ്കിലും നിലയിലുള്ള നോട്ടപ്പിശകുകളുണ്ടെങ്കിൽ അത് പിശകാണ്, തെറ്റാണ്. അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളുണ്ടാകും. തെറ്റുപറ്റി പരിഹരിക്കല്ലാതെ പിന്നെ മുൻകാല പ്രാബല്യത്തോടു കൂടി തെറ്റുപറ്റാത്ത നിലയിൽ പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് ഭാവിയിലേക്ക് കൂടിയുള്ള ഒരു മുന്നറിയിപ്പാണ്. സർക്കാർ ആശുപത്രികൾ എന്ന് പറയുന്നത് ആളുകൾക്ക് കടന്നു ചെല്ലാൻ പറ്റാത്ത ഒന്നാണ് എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ബോധപൂർവമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്.
ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജോയി മുഖ്യ പ്രഭാഷണം നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, ഡോക്ടർമാർ, ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങി നിരവധി പ്രമുഖ വ്യക്തികൾ ചടങ്ങിൽ സംബന്ധിച്ചു. തുടർന്ന് പെരളം, രാമന്തളി, വെള്ളോറ, മാതമംഗലം എന്നിവിടങ്ങളിലെ ആയുഷ് യോഗ ക്ലബ്ബ് അംഗങ്ങൾ ചേർന്ന് അവതരിപ്പിച്ച യോഗ ഡാൻസ്, മാസ് യോഗ പ്രദർശനം എന്നിവയും അരങ്ങേറി. ഈ നൂറ്റാണ്ടിന്റെ ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്നായ ജീവിതശൈലി ജന്യ രോഗങ്ങളെ അകറ്റി നിർത്തുക എന്നതാണ് ക്യാമ്പയിനിലൂടെ ഉദ്ദേശിക്കുന്നത്. ആനന്ദപൂർണമായ ജീവിതത്തെ ദുരിതത്തിലാഴ്ത്തുന്ന ഇവയെ ദൂരീകരിക്കാൻ ആരോഗ്യരംഗത്ത് ചുവടുകൾ ഉറപ്പിച്ചു മുന്നേറുന്ന കേരള സർക്കാർ ആയുഷ് വകുപ്പും നാഷണൽ ആയുഷ് മിഷൻ കേരളവും മുന്നോട്ട് വെക്കുന്ന പരിപാടിയാണ് ആരോഗ്യം ആനന്ദം ഹെൽത്തി കേരള ക്യാമ്പയിൻ 2026. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. ശ്വാസം വലിച്ചുവിട്ടെ. എത്ര വയസ്സ് വരെ പാൽ കൊടുത്തു? 1 വയസ്സ് വരെ. കണ്ടില്ലേ, ഇപ്പോഴത്തെ കുട്ടികളുടെ IQ ലെവൽ വളരെ ഹൈ ആണ്. അത് നിലനിർത്തണമെങ്കിൽ പ്രോട്ടീനും കാൽസ്യവും അടങ്ങിയ ശുദ്ധമായ പശുവിൻ പാൽ ദിവസവും കൊടുക്കും. ഇപ്പൊ ജനതാ പാൽ എല്ലായിടത്തും ഉണ്ടല്ലോ. നിങ്ങൾ കഴിക്കണം. ജനതയുടെ പാലും നെയ്യും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം. ആരോഗ്യമുള്ളവർക്കേ നാളെയുള്ളൂ.